ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു ലഞ്ച് മെനു ആണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് കറികളാണ്. തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈസി ആയിട്ടുള്ള രണ്ട് ഡിഷസ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെണ്ടയ്ക്ക മോരുകറിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 7-8 വെണ്ടയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തൈരാണ്. അപ്പോൾ ഒരു 2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കാം. നല്ലപോലെ കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് ഉടച്ചു വെക്കണം. ഒത്തിരി ലൂസ് ആവണ്ട കേട്ടോ. കുറച്ചൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു മോരുകറി നല്ലത്. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കട്ടയില്ലാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്തതൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആണ് കേട്ടോ. അപ്പോൾ തീരെ എണ്ണ കുറഞ്ഞു പോകണ്ട. കാരണം ഒത്തിരി എണ്ണ കുറഞ്ഞു കഴിഞ്ഞാൽ വെണ്ടയ്ക്ക വേവുമ്പോൾ കുഴഞ്ഞു പോകും, അങ്ങനെ മൊരിഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇടാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഒരുപാട് കനം കുറച്ച് അരിയരുത് കേട്ടോ. ഈ കാണുന്ന പോലെ കുറച്ച് കട്ടിക്ക് വേണം അരിയാനായിട്ട്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ വെണ്ടയ്ക്ക വെന്ത് വരുമ്പോൾ എല്ലാം കൂടി കുഴഞ്ഞിരിക്കും. അത് ഓരോന്നോരോന്നായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് അടച്ചൊന്നും വെക്കണ്ട, തുറന്നിട്ട് തന്നെ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. മോരുകറിയിൽ പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് വെണ്ടയ്ക്കയ്ക്ക് മാത്രം പാകത്തിന് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇത് തുറന്നു വെച്ച് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് മൊരിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടോ, ഒരു 2-3 മിനിറ്റ് എന്നെ ഇളക്കി കൊടുത്തപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. തമ്മിലൊന്നും ഒട്ടാതെ ഇങ്ങനെ ഓരോന്നായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വേണ്ടത്. ഇതിൽ കൂടുതൽ അങ്ങ് ഫ്രൈ ആവണ്ട, അപ്പോൾ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പരുവത്തിന് എടുത്താൽ മതി. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ ഈ ആദ്യം നമ്മൾ ഒഴിച്ച എണ്ണ തന്നെ ബാക്കിയുണ്ട്, അതുകൊണ്ട് കൂടുതൽ എണ്ണ പിന്നെ ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 2-3 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് മുറിച്ചതും കൂടി ഇട്ടു. പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തത്. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്താലും മതി. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലോണം ഒന്ന് ഫ്രൈ ആയി വരണം. ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കുന്നില്ല. ഉള്ളി നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. ഉള്ളി ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. അപ്പോൾ തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാവേ. എനിക്ക് കുറച്ച് ആ ഒരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കൂടുതൽ ചേർക്കുന്നതാണ് ഇഷ്ടം. നന്നായിട്ട് ഫ്രൈ ചെയ്ത് ആ ഒരു പൊടികളുടെ പച്ച ചുവ മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്കയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ തൈര് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തൈര് ഒഴിക്കുന്നതിന് മുന്നേ തീ നന്നായിട്ട് കുറച്ച് ചൂടൊന്ന് കുറയണം കേട്ടോ. കാരണം നല്ല ചൂടിൽ തൈര് ഒഴിച്ചാൽ ആ സൈഡിലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പിരിയുന്ന പോലെ വരും. അപ്പോൾ ചെറിയ തീയിലോട്ടാക്കിയിട്ട് തൈര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉടനെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, തീ ഏറ്റവും കുറച്ച് തന്നെ വെക്കണം. പിന്നെ ഇതിൻ്റെ ഈ തൈരിൻ്റെ ഒരു പരുവം കണ്ടല്ലോ, കുറച്ചൊന്ന് കുറുകിയിട്ടാണ്. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. ഇത് തിളയ്ക്കാൻ പാടില്ല, ഏറ്റവും ചെറിയ തീയിലിട്ട് തൈര് ഒന്ന് ചൂടായി അതിൻ്റെ ആ തണുപ്പൊന്ന് മാറിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മോര് കറിയാണ്. തേങ്ങ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് ആ വെണ്ടയ്ക്ക കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ചോറിന് നല്ലൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ മെഴുക്ക് വരട്ടിയാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു മെഴുക്ക് വരട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു സവോള എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആണെങ്കിലും എടുക്കാവേ. ചെറിയ ഉള്ളി ആണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒരു 7 അല്ലി വെളുത്തുള്ളി നല്ലവണ്ണം ഒന്ന് ചതച്ചും കൂടി വെക്കാം. പിന്നെ 1 കപ്പ് ചെറുപയർ കുക്കറിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കേട്ടോ. വേവിക്കുമ്പം ഒരുപാട് കുഴഞ്ഞു പോകാതെ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നെ കിടക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടി അവസാനം കുഴഞ്ഞു പോകും. അപ്പോൾ ഇനി പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് ഇട്ടു. പിന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, 1 വലിയ പച്ചമുളക് അരിഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് കുറച്ച് സ്പൈസിയാണ്. അപ്പോൾ ആ ഒരു എരിവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒഴിവാക്കിയാൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയും
നമ്മൾ അരിഞ്ഞു വെച്ച സവോളയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ സവോള ഒന്ന് ബ്രൗൺ കളർ പോലെ ആയി വരണം. ഒരു മൊരിഞ്ഞ് ഒരു രീതിയിലായി കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. ഒന്ന് വാടിയാൽ പോരാ, നല്ലപോലെ വഴറ്റിയെടുക്കാം. സവോള ഇതുപോലെ ചെറുതായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം ചേർക്കുന്നത് വറ്റൽ മുളക് ഒന്ന് പൊടിച്ചതാണ്, മിക്സിയിലിട്ട് വെറുതെ പൊടിച്ചെടുത്താണ്. അപ്പോൾ ഇതൊരു ഏകദേശം 2.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. എരിവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ അളവും കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഒത്തിരി വേണ്ട, 1/4 ടീസ്പൂൺ മാത്രം മതി. നല്ലപോലെ വഴറ്റി ഈ പൊടികളും ഒന്ന് മൂത്ത് വരണം. പൊടികളുടെ ഒരു പച്ചപ്പൊന്ന് മാറിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചെറുപയർ ഉപ്പിട്ട് കുക്കറിൽ വേവിച്ചതാണ് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മളിനി അടച്ചു വെച്ചൊന്നും വേവിക്കുന്നില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ചെറുപയർ ആദ്യം വേവിച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ചെറുപയർ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കുറച്ച് എരിവുണ്ടെങ്കിലും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഈ 2 കറികളും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. നാടൻ ടേസ്റ്റിലുള്ള വളരെ ഈസി ആയിട്ടുള്ള 2 കറികളാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.